ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ആളല്ല. അപ്പൊ അള്ളാഹുവിലേക്ക് എന്ന് പറയുമ്പോഴേ അള്ളാഹ് ഇവിടെ അല്ല വേറൊരു സ്ഥലത്താണ് ഉള്ളതെന്ന് വരും. അള്ളാഹുവിലേക്ക് ഉയർത്തിയ അപ്പൊ ഈസാ നബി അതിന്റെ മുമ്പ് എവിടെ ഉണ്ടായിരുന്നത്? അവന്റെ അടുത്തല്ലേ? അള്ളാഹുവിന് ആ സമയത്ത് കുരിശിൽ വന്ന സമയത്ത് അള്ളാഹുലേക്ക് ഉയർത്തി, അതിന്റെ മുമ്പ് ശൈത്താന്റെ അടുത്തായിരുന്നു ഈസാ നബി ഉണ്ടായിരുന്നു. അതും പറയുന്ന വൃത്തിയില്ല. ഇനി ഈ കാര്യം മനസ്സിലാക്കാൻ ഒരുപാട് കിതാബുകളുടെ ആവശ്യമില്ല, ലോജിക്ക് വരേണ്ട ആവശ്യമില്ല. ഖുർആൻ അങ്ങനെ നേരെ ഓതിയാൽ മതി. ഖുർആൻ സൂറ ആൽ ഇംറാനിൽ വിവരിച്ചിട്ടുണ്ട്, മക്കറു വ മക്കറല്ല, അവർ ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി തന്ത്രം ആവിഷ്കരിക്കുന്നു. അതായത് ജൂതര് കുരിശ് സംഭവത്തെയാണ് ഖുർആൻ പറയുന്നത്. ഓ മക്കറല്ല, അള്ളാഹു അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മറുതന്ത്രവും ആവിഷ്കരിക്കുന്നു. അള്ളാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു ഏറ്റവും ഉത്തമമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നവനാണ്. അതിനുശേഷം പറയുന്നത് എന്താണ്? ഇത് കാലല്ല, നീ അള്ളാഹു പറഞ്ഞ സന്ദർഭം സ്മരിക്കാം. അതായത് തന്ത്രം അള്ളാഹു ആവിഷ്കരിക്കുന്നു, അവരും ആവിഷ്കരിക്കുന്നു. അള്ളാഹുവിന്റെ ഉത്തമ തന്ത്രം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നീ ഈ അള്ളാഹ് പറഞ്ഞ സന്ദർഭം അനുസ്മരിക്കുക. ഇത് കാലല്ല, അള്ളാഹു പറഞ്ഞ സന്ദർഭം. യാ ഈസ ഇന്നി മുത്തവഫീക, ഓ ഈസ നിന്നെ ഞാനാണ് മരിപ്പിക്കുന്നവൻ, നിശ്ചയമായും നിന്നെ ഞാൻ മരിപ്പിക്കുന്നവനാണ്. അതായത് ഇവർ കൊല്ലാൻ പറ്റൂല, ഞാനാണ് നിന്നെ മരിപ്പിക്കുന്നവൻ, ഇവരെ കൊണ്ട് കൊല്ലാൻ സാധ്യമല്ല. റാഫിഉക ഇലയ്യ, എന്നിലേക്ക് ഉയർത്തുന്നവനാണ്. ആദ്യം പറഞ്ഞത് നിന്നെ മരിപ്പിക്കുന്നവനാണ്, എന്നിലേക്ക് ഉയർത്തുന്നവനാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മൾ വർഫാനി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നീച്ചിട്ട് മേലക്കോണം എന്ന അർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിയ ആളല്ല ഈസ. അദ്ദേഹം ശപിക്കപ്പെട്ട മരണത്തിന് വിധേയനാക്കപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹം ജനിച്ചതിന് അഊദുബില്ലാ മിൻ ദാലിക് അവിഹിത ബന്ധത്തിലാണ് എന്നാണ് ക്രിസ്ത്യാനികൾ ഒരു വിധത്തിൽ പറയുന്നതും യഹൂദികൾ പച്ചയിൽ പറയുന്നത്. ക്രിസ്ത്യാനിയുടെ പരിശുദ്ധാത്മാവ് വന്നു എന്നൊക്കെ പറയുന്നു, അത് വേറൊരു അർത്ഥത്തിൽ. പക്ഷെ ഇവിടെ യഹൂദികളുടെ വാദം അദ്ദേഹം ജനിച്ചത് ശരിയല്ല എന്നുള്ളതാണ്. ആ ജനിച്ചത് ശരിയല്ലാത്തതുകൊണ്ട് മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് തൗറാത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ ശബ്ദമരണത്തിന് വിധേയനാക്കി കുരിശിലേറ്റി കൊന്നു എന്ന അവരുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഖുർആൻ അവിടെ പറയുന്നത്. അപ്പൊ ശബ്ദമരണത്തിന് വിധേയനല്ല എന്നാണ് ഖണ്ഡിച്ചു പറയേണ്ടത്. ശബ്ദമരണത്തിന് വിധേയനാകുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം ഇല്ലാത്ത ആളാണ്, ശൈത്താനാണ്. അതുകൊണ്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അള്ളാഹ് എന്ത് പറഞ്ഞു? ഇന്നി മുത്തവഫീക, നിന്നെ ഞാൻ മരിപ്പിക്കുന്നതാണ്. റാഫിഉക ഇലയ്യ, എന്നിലേക്ക് ഉയർത്തുന്നതാണ്. മരിച്ചതിന് ശേഷമുള്ള ഉയർത്തലാണ്. അത് തന്നെയാണ് അപ്പുറത്തും പറഞ്ഞ ബർറഫല്ലാഹു, അവർ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല. ബർറഫല്ലാഹു ഇലൈഹി, അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് അദ്ദേഹത്തെ ഉയർത്തിയിട്ടുണ്ട്. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മരണത്തിന് ശേഷമാണ് ഉയർച്ച എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് നമ്മൾ മാത്രം പറഞ്ഞാൽ ചിലർ അംഗീകരിക്കില്ല. മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം വേൾഡ് ലീഗ് പ്രസിദ്ധീകരിക്കുന്ന ദി മെസ്സേജ് ഓഫ് ഖുർആൻ, അതായത് ഖുർആന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആദ്യമായിട്ട് മുസ്ലിം വേൾഡ് ലീഗ് പുറത്തിറക്കിയത് 1965 മുഹമ്മദ് അസദാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ഇന്നി മുത്തവഫീക റാഫിക എന്നുള്ളതിന് വെരിലി കോസ്റ്റ്ലി ബി ടു ഡൈ, നിന്നെ നിശ്ചയമായും ഞാൻ മരിപ്പിക്കുന്നവനാണ് എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇവിടെ തൗഫക്ക് മുജാഹിദ് എഴുതിയത് മേലേക്ക് ഉയർത്തുന്നാണ് പറഞ്ഞത്. പക്ഷേ ഈസാ നബിയെ നിശ്ചയമായി നിന്നെ ഞാൻ മരിപ്പിക്കുന്നവനാണ് എന്ന അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. ബർറഫല്ലാഹു ഇലൈഹി എന്നതിന് അടിക്കുറിപ്പ് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ റഫ ആൽ ഇംറാനിൽ വന്ന മരിപ്പിച്ചതിന് ശേഷമുള്ള ഉയർച്ചയാണ് എന്ന് നമ്പർ ഇട്ട് കൊടുക്കാൻ. പിന്നെ മേലോട്ട് ഉയർത്തി എന്ന് ഇവർ പറയുന്നുണ്ട് ജഡികമായിട്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു സിംഗിൾ എവിഡൻസ് പോലും ഇസ്ലാമിക് ട്രഡീഷനിൽ ഇല്ല. അതായത് ഖുർആനിലോ ഹദീസുകളിലോ ഇസ്ലാമിക പാരമ്പര്യങ്ങളിലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫായ ഹദീസിൽ പോലും ഈസാ നബിയെ കുരിശു മരണ സമയത്ത് ആൾമാറാട്ടം നടത്തി ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തി എന്ന് ഒരു ഹദീസിൽ ഒരു സിംഗിൾ എവിഡൻസ് വിശ്വസിക്കാവുന്നില്ല. അത് മാത്രമല്ല, ഇന്നമ യുറുവ അനി നസാറ, അത് നസാറാക്കളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു കടങ്കഥയാണെന്ന് ഫതുഹുൽ ബയാനിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ നസാറാക്കളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിശ്വാസം, ക്രിസ്ത്യാനികളുടെ ഒരു വിശ്വാസം, യേശു കുരിശുമരണത്തെ അതിജീവിച്ചുകൊണ്ട് അതിന് മരിച്ച് അതിനുശേഷം യേശു കുരിശുമരണത്തിൽ മരിച്ച് ആ മരണം മരിച്ച് അതിനുശേഷം രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് ആകാശത്ത് പോയി എന്നും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നുവെന്നും അദ്ദേഹം തിരിച്ചു വരുമെന്നും ക്രിസ്ത്യാനിയുടെ വിശ്വാസമാണ്. മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായി ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നപ്പോഴേ അവരുടെ ഈ വിശ്വാസമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. രാമാന്നുള്ള കുറെ കഴിഞ്ഞിട്ട് വരുള്ളൂ, അള്ളാഹ് കുറെ കഴിഞ്ഞിട്ട് വരുള്ളൂ. ഈ ഒരു അവസ്ഥയുണ്ട്. രാമാന്ന് പോയിട്ട് വേണം അള്ളാഹ് വരാൻ. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഈ വിശ്വാസത്തെ വെച്ച് പുലർത്തിയ ഈ ജനങ്ങൾ ആ ഈസാ നബി വരുമെന്നുള്ള ഇവിടെ ഒരു വിശ്വാസവും കാണുന്നു, അത് ഇറങ്ങുന്നും കാണുന്നു, ഉയർത്തിന്നും കാണുന്നു. ഇതിനെ രണ്ടിനെയും പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം തന്നെയാണ് തെറ്റിദ്ധരിച്ച്. അങ്ങനെ ക്രിസ്തീയ വിശ്വാസമാണ്, ക്രൈസ്തവവൽക്കരിക്കപ്പെട്ട ഇസ്ലാമിക വിശ്വാസമാണ് യേശു ആകാശത്തുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ അതിന് രണ്ടാമത് തിരിച്ചു വരും എന്നുള്ളതും.
ഖുർആനിലോ വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ തിരുഹദീസുകളിലോ അതിന് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും കാണാൻ സാധ്യമല്ല. മനസ്സിലാവേ, ഈ പൊതുവെ മുസ്ലിങ്ങൾക്കുള്ള ഒരു വാദമാണ് വലാക്കിൻ ശുബ്ബിഹലഹു, അദ്ദേഹത്തെ വേറൊരാൾക്ക് സദൃശീകരിച്ചു എന്നുള്ളതാണ്. ഈസാ നബിന്റെ രൂപം വേറൊരാൾക്ക് കൊടുത്തിട്ട് ഈസാ നബിനെ ആകാശത്തേക്ക് ഉയർത്തിയെന്ന്, അങ്ങനെയുള്ള ഒരു പരാമർശം ഈ ആയത്തിൽ തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ രണ്ടാമതൊരാൾ ഇവിടെ വരുന്നത്? ഈസാ നബിന്റെ സ്ഥാനത്ത് വേറൊരാളുടെ രൂപം ഇവർ പറയുന്ന സംഗതി ക്രിസ്ത്യാനി കഥയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ബർണബാസിന്റെ ഇഞ്ചിയിലാണ് ഇപ്പൊ സമീപകാലത്തിന് ഉദ്ധരിക്കപ്പെടുന്നത്. അതിന്റെ മുമ്പ് അതുമില്ല. ഈ ബർണബാസിന്റെ ഇഞ്ചിയിൽ ക്രിസ്ത്യാനികൾ തന്നെ അംഗീകരിക്കാത്ത ഇഞ്ചിയിലാണ് അതിനപ്പോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് ശരിയാണ്. ഇഞ്ചിയിൽ എന്ന് പറയുന്ന സാധനം ഒരുപാട് ഇഞ്ചീലുകൾ പലരും എഴുതി കൊണ്ടുവന്ന് നറുക്കിട്ടിട്ട് അതിന് എടുത്ത 4 ക്രിസ്ത്യാനികൾ പറയുന്നത്. അന്ന് നറുക്കിട്ടിട്ട് കിട്ടാത്ത ഒന്നാണ് ബർണബാസിന്റെ ഇഞ്ചിയിൽ. അപ്പോൾ മലയാളത്തിൽ വിവർത്തനം ചെയ്തു വന്നിട്ടുണ്ട്. അതിന്റെ ഒറിജിനലും മറ്റൊക്കെ ഇനി നോക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ബർണബാസിന്റെ ഇഞ്ചിയിൽ എന്താ ഉള്ളതെന്നറിയാം? ഈസാ നബിയെ ക്രൂശിലേറ്റുമ്പോൾ ജൂദാസിന്റെ രൂപം ഈസാ നബി കൊടുത്തു. ഈസാ നബിനെ അള്ളാഹ് അവിടുന്ന് ഒരു തഫ്സീറിലുള്ളത് മേപ്പുറ തുറന്നിട്ട് മേലെ കയറ്റിയെന്നാണ്. ബർണബാസിന്റെ ഇഞ്ചിൽ പറഞ്ഞ ജനൽ വഴി ചാടി പുറത്തേക്ക് പോയി കള്ളം പോണ പരിപാടിയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. പക്ഷെ നടന്നിക്കുന്ന ആൾമാറാട്ടാണ്. പക്ഷെ ശുബ്ബിഹ എന്നുള്ളത് അറബി ഭാഷ അറിയുന്നവർക്കറിയാം മജ്ഹൂലായ ക്രിയയാണ്. അതായത് കർമ്മിണി പ്രയോഗമാണ്. കർമ്മിണി പ്രയോഗം ഒരു സ്ഥലത്ത് പ്രയോഗിച്ചാൽ അദ്ദേഹം സദൃശീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിലൊരാളുണ്ട്, സദൃശീകരിക്കപ്പെട്ട ഒരാളുണ്ട്, കർമ്മമുണ്ട്. ആ ആള് ആ ആയത്തുനിന്നോ ആ സൂറത്തുനിന്നോ ചുരുങ്ങിയ പക്ഷം ഖുർആനിൽ എടുക്കേണ്ടി വരും. അതിനെ പുറത്തുനിന്ന് ഒരാളെ കൊടുക്കുന്ന കർമ്മിണി പ്രയോഗം ഒരിക്കലും ശരിയാവില്ല. ആ ആയത്തിന്റെ മേലെയും താഴെയും ജൂദാസില്ല, ഖുർആനിലും ജൂദാസില്ല. അപ്പോൾ ഇല്ലാത്ത ഒരാളെ അവിടെ സദൃശീകരിക്കപ്പെട്ടു പറഞ്ഞ ഒരു കർമ്മിണി പ്രയോഗത്തിൽ പറയുന്ന ഒരു വ്യക്തി കർമ്മമായിട്ട് കൊണ്ടുവരുമ്പോൾ ആ ആള് ഖുർആനിലില്ലാത്ത ആളാണ്. അത് കെട്ടുകഥയിലുള്ളത്. അപ്പൊ അവിടെ പറഞ്ഞു വരുന്ന ഈസാ നബിയെ കുറിച്ചാണ്. വലാക്കിൻ ശുബ്ബിഹലഹും, അദ്ദേഹം അവർക്ക് സദൃശീകരിക്കപ്പെട്ടു. ആ സദൃശീകരിക്കപ്പെട്ട ഈസാ നബി ആണെങ്കിൽ കുരിശ് മരണത്തിന് സദൃശീകരിക്കപ്പെട്ടവർ. അത് വളരെ വ്യക്തമാണ്. ഒരു നിശ്ചിത സമയം വരെ കുരിശിൽ കടന്നുവെങ്കിലും 3 മണിക്കൂർ സമയത്തിന് ശേഷം അദ്ദേഹം ഇറക്കി വെച്ചുവെന്നും ഇറക്കി വെച്ചപ്പോൾ വിലാപ്പുറത്ത് കുത്തിയെന്നും രക്തവും വെള്ളവും തുറിച്ചു വന്നു. തുറിച്ചു വരുന്ന ശവശരീരത്തിൽ നിന്നല്ല, ജീവനുള്ള ശരീരത്തിനാണ്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തെ അരിമത്യക്കാരൻ ജോസഫ് ഒരിക്കൽ കല്ലറയിൽ വെച്ച് ചികിത്സിച്ചു എന്നും വളരെ നീണ്ടൊരു കഥ ബൈബിൾ തന്നെ പറയുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്ന ഈസാ നബി അലൈഹി സ്വലാം കുരിശിൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഖുർആനിനെ അദ്ദേഹത്തെ കുരിശിൽ മരിക്കാതെ ക്രിസ്ത്യാനികൾ പറഞ്ഞ പോലെ ആകാശത്ത് കയറ്റിയെന്ന് ഖുർആൻ പറയുന്നില്ല. ആ കയറ്റിയത് അങ്ങനെ വിചാരിക്കാൻ വേണ്ടിയാണ് ഖുർആൻ പറഞ്ഞത് ഇനി മുത്തവഫീഖ് വറാഫീഖ് എന്ന് പറഞ്ഞത്. നിന്നെ ഞാൻ മരിപ്പിച്ചതിന് ശേഷമാണ് 3-ാമത്തെ അധ്യായം 56-ാമത്തെ വചനത്തിൽ നിന്നെ ഞാൻ മരിപ്പിക്കുന്നവനാണ്, നിന്നെ ഞാൻ ഉയർത്തുന്നതാണ്. അള്ളാഹ് പറഞ്ഞ എന്താണ്? ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങൾ എടുക്കരുത്, അള്ളാഹു പറയുന്ന വേറെ വിശ്വാസമാണെന്ന് പറയുന്നത്. അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. അതിൽ പറയുന്ന ചില തഖദ്ദുമ് താഖീർ, ആദ്യ ഉയർത്തലാണ് ഉണ്ടായത്, പിന്നെയാണ് മരിപ്പിക്കലുണ്ടായത്. അള്ളാഹ് അങ്ങനെ പറഞ്ഞു. അതിനെ കുറിച്ച് അങ്ങനെ പറയുന്ന മൗലവിമാർ വരെ ഉണ്ട്. അതായത് അള്ളാഹ് ആദ്യം പറഞ്ഞത് നമുക്ക് പിന്നെ പറയാം. അത് ജൂതരുടെ പണിയാണെന്ന് ഖുർആൻ പറയുന്നത്. യുഹരിഫൂനൽ കലിമാൻ മവാദിഹിൻ, അള്ളാഹുവിന്റെ വചനങ്ങൾ ഒരു സ്ഥാനത്ത് മറ്റേ സ്ഥാനത്തേക്ക് മാറ്റി വെക്കുന്നു. അങ്ങനെ മാറ്റിവെക്കുന്ന ജൂതരായി മാറുമെന്ന് റസൂൽ തിരുമേനി പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മത്ത് ജൂതനാവുന്നു. അപ്പൊ അങ്ങനെ മാറ്റിയിട്ട് വാദിക്കാൻ വന്ന ജൂതനായി മാറും ചെയ്യും. അല്ലാതെ ഇതിൽ ഈസാ നബി മരിച്ചിട്ടില്ല എന്നുള്ളതിനൊരു ഇതുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ ചുരുക്കത്തിൽ ഈസാ നബി അലൈഹി സ്വലാം വരുമെന്ന് നബി തിരുമേനി പറഞ്ഞു. ഈസബിന് മറിയം വരുന്നത് 2000 വർഷം മുമ്പ് ഇസ്രായേലിലേക്ക് വന്ന ഈസബിന് മറിയം എവിടെയും പറഞ്ഞിട്ടില്ല. ഈസബിന് മറിയം ആകാശത്തുണ്ട് എന്നും സ്ഥൂല ശരീരത്തോടെ ഉണ്ട് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എവിടെയും പറഞ്ഞിട്ടില്ല. മിറാജിൽ എല്ലാ മരിച്ച നബിമാരെ കൂടെയാണ് ഈസാ നബിനെയും കണ്ടിട്ടുള്ളത്. മരിച്ചവനൊപ്പം ജീവിച്ചവന് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈസാ നബി മരിച്ചവരുടെ കൂട്ടത്തിലാണ് റസൂൽ നമ്മോട് വന്ന് പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാം രണ്ടാമത് ഇബ്നു മറിയം വരുമെന്ന് പറഞ്ഞ് വേറൊരാളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇമാമക്കും മിൻകും എന്ന് പറഞ്ഞു. മരിച്ചവർ തിരിച്ചു വരില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഈസാ നബി മരിച്ചുപോയി എന്നും ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ആ കാര്യം ഇമാം ഇബ്നുൽ വർദി പറഞ്ഞൊരു വാക്കുണ്ട്. നുസൂൽ ഈസാ ഖുറൂജു റജുൽ യശ്ബഹു ഈസാ ഫിൽ ഫദ്ലി വശറഫി. ഈസബിന് മറിയം വരുമെന്ന് പറയുന്നത് ഈസാ നബിയോട് സാദൃശ്യം പുലർത്തുന്ന, മഹത്വത്തിലും ശ്രേഷ്ഠതയിലും സാദൃശ്യം പുലർത്തുന്ന വേറെ ഒരാളാണ്. ഇബ്നുൽ വർദി, അല്ലാമ സിറാജുദ്ദീൻ ഇബ്നുൽ വർദി ഫരീദത്തുൽ അജായിബ് ഫരീദത്തുൽ റഗായിബ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി നുസൂൽ ഈസബിന് മറിയം എന്നതിന് പണ്ഡിതന്മാരുടെ അഭിപ്രായം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇബ്നു മറിയം വന്നു എന്നാണ്, അത് വേറൊരാൾ വന്നു എന്നാണ് ഇബ്നു വർദിയുടെയും പണ്ഡിതന്മാരുടെ അഭിപ്രായം ധരിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്. ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്, മറ്റ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അഹ്മദിയ ജമാഅത്തിന്റെ സ്ഥാപകൻ പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയാണ്. ഉസ് ഖുദാ തആല की कसम खाकर लिखता हूं जिसके कब्जे कुदरत में मेरी जान. എന്റെ ജീവൻ ആരുടെ കൈകളിലാണോ കരങ്ങളിലാണോ ഇരിക്കുന്നത് ആ ദൈവത്തെ, ആ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു,
मैं वही मसीह मऊद हूं जिसकी रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने हदीस सहीहा में खबर दी है. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസുകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള, വരുമെന്ന് പറഞ്ഞിട്ടുള്ള, സുവിശേഷം നൽകിയിട്ടുള്ള ആ മസീഹായി ആകുന്നു. जो സഹീ ബുഖാരി और മുസ്ലിം और दूसरी സിഹാ में दर्ज है. സഹീ ബുഖാരിയിലും മറ്റു മുസ്ലിമിലും മറ്റു സിഹാവ് സിത്തയുടെ മറ്റു ഗ്രന്ഥങ്ങളിലും അത് ആ ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസ് അനുസരിച്ച് വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുവിശേഷം അനുസരിച്ച് വന്ന ആളാണ് ഞാൻ. വഖഫ ബില്ലാഹി ഷഹീദ, ഞാൻ ഈ പറയുന്നത് അള്ളാഹു മതിയായ സാക്ഷിയാണെന്ന് അള്ളാഹിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നെ ഒരു കാര്യം പറഞ്ഞു, എന്റെ വാദത്തിന്റെ അടിസ്ഥാനം, മേരി ദാവയ്ക്ക് ബുനിയാദ് ഈസാ കി വഫാത്ത് पर देखो ये बुनियाद किस कदर मजबूत है. എന്റെ വാദത്തിന്റെ അടിസ്ഥാനം ഈസാ നബിയുടെ മരണത്തിലാണ്. അത് ഈസാ നബി മരിച്ചവർ തിരിച്ചു വരില്ല, അതുകൊണ്ട് റസൂൽ തിരുമേനി പറഞ്ഞ് ഞാനാണ് എന്നാണ് വാദം. ഈ വാദത്തിന്റെ അടിസ്ഥാനം എത്രമാത്രം സുദൃഢമാണ് എന്ന് നിങ്ങൾ പരിശോധിക്കാം. ഈസാ നബി മരിച്ചിട്ടില്ല, ആകാശത്തോട് സ്ഥൂല ശരീരത്തോട് ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിഞ്ഞാൽ അഹമ്മദിയ ജമാഅത്ത് വട്ടപൂജയാണ്. അഹമ്മദിയ ജമാഅത്തിൽ വേറെ ഒന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് അദ്ദേഹം തന്റെ ഈസാ നബി മരിച്ചിട്ടില്ല എന്നതിന് വളരെ വ്യക്തമായിട്ട് സമുദായത്തോട് പറയാണ്. തന്റെ ഇസാലി വഹാം എന്ന തെദിക്കറത്തു ഷാത്തൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, ആകാശത്ത് നിന്ന് ആരും തന്നെ ഇറങ്ങി വരുന്നില്ലെന്ന് നല്ലവണ്ണം ഓർത്തുകൊള്ളി. ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്റെ എതിരാളികൾ എല്ലാവരും മരിച്ചോടും, എന്നാൽ അവർക്ക് ആകാശത്ത് നിന്ന് ഈസബിന് മറിയം ഇറങ്ങി വരുന്നതായി കാണുവാൻ സാധിക്കുന്നതല്ല. അതിനുശേഷം അവരുടെ സന്തതികളും മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്നതായി കാണാതെ തന്നെ മരണമടയും. പിന്നെ ആ സന്തതികളുടെ സന്താനങ്ങളും ഈസാ നബിയെ കാണാതെ നിരാശരായി മരണമടയുന്നതാണ്. അപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ ഭയവും പരിഭ്രമവും ഉളവാക്കും. കാരണം അന്ന് കുരിശിന്റെ മേധാവിത്വ കാലം കഴിഞ്ഞു പോവുകയും ലോകം ഒരു നവീന ഘട്ടത്തിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലും മറിയമിന്റെ മകൻ ഈസാ അതുവരെയും ഇറങ്ങി വന്നിരിക്കുകയില്ല. തദവസരത്തിൽ ചിന്താശീലർ ഇത്തരം വിശ്വാസത്തെ പാടെ വെറുത്തു തുടങ്ങും. അങ്ങനെ ഇന്നു മുതൽ 3 നൂറ്റാണ്ട് പൂർണ്ണമാകുന്നതിന് മുമ്പേ ഈസാ നബിയെ കാത്തിരിക്കുന്നവർ മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ എല്ലാവരും അദ്ദേഹത്തിന്റെ വരവിനെ കുറിച്ച് നിരാശപ്പെടുകയും തീരെ മനം മടുത്ത് ഈ മിഥ്യാവിശ്വാസത്തെ പരിത്യജിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം എഴുതി വെച്ചു. ഇന്ന് അതാണ് ഈസാ നബി മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ എന്നൊരു മനം വരട്ടൽ. അതിന് നിരാശ കൊണ്ടാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ആ നിരാശ വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഈസാ നബി വരും, അദ്ദേഹം ഈസാ നബി മരിച്ചിട്ടില്ല പറഞ്ഞ കാഫിർ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അദ്ദേഹത്തിന് കുഫ്രുവത്വവാദിയായിട്ട് കൊടുത്ത് ഈസാ നബി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ നിലയിൽപാടിൽ നിന്ന് മാറ്റി ഇന്ന് മറ്റു ചില വാദങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ കാര്യം 300 വർഷം 100 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ അതിന്റെ ആരംഭത്തിലേക്ക് എത്തി. അതിന്റെ പരിണാമഗുപ്തിയിൽ ഈസാ നബി 300 കൊല്ലം കഴിയുമ്പോൾ കാണാതായി, എല്ലാവരും അങ്ങനെ സാധനയില്ല എന്ന് പറയാം. പുറത്ത് പറയാൻ കാദിയാനികൾക്ക് വളമാവുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജ് ഓഫ് ഖുർആൻ 1965 പ്രസിദ്ധീകരിച്ചാണ്, മുസ്ലിം വേൾഡ് ലീഗ് പ്രസിദ്ധീകരിച്ചാണ് സൗദി അറേബ്യയിൽ. പക്ഷെ 66 അത് ബാൻ ചെയ്തു. എന്തിനറിയോ? കാദിയാനികൾക്ക് വളമാവും വിചാരിച്ചിട്ട്. ബാൻ ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരാളുടെ ഖുർആൻ തർജ്ജമയാണ് പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കുന്നത്. മുഹമ്മദ് ഹസന്റെ റീപ്രൊഡക്ഷൻ ചെയ്യുന്നില്ല. അപ്പൊ അഹമ്മദികൾക്ക് വളമാകും എന്ന കാരണത്താൽ ഇപ്പം സിയൻ അറിയുന്നത് മരിച്ചു. അതിന് അദ്ദേഹം എന്ത് പറഞ്ഞ് തർജ്ജമ ചെയ്യുമ്പോൾ ആയുഷ്കാലം പൂർത്തിയാക്കിയാണ്. അഹമ്മദ് മലി ആയുഷ്കാലം പൂർത്തിയാക്കി. ആയുഷ്കാലം പൂർത്തിയാക്കൽ തന്നെ ആള് മരിച്ചു പോലെ. ആയുഷ്കാലം പൂർത്തിയാക്കിയിട്ട് രണ്ടാമത് വരില്ലല്ലോ. പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നെ രണ്ടാമത് റിന്യൂയലാണ്, റീത്രെഡ് ചെയ്യും പോലെ. അതിന് രണ്ടാമതൊന്നും ചെയ്യാനൊന്നും പറ്റൂലല്ലോ ആയുഷ്കാലത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്ന കാര്യങ്ങൾ അത്ഭുത ലോകത്തു നിന്ന് വരുന്ന ഒരു ചിരഞ്ജീവിയല്ല. ഈ ലോകത്ത് ഇന്നേ വരെ നടന്നിട്ടുള്ള അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള, ഇന്നേ വരെ മനുഷ്യൻ കണ്ടിട്ടുള്ള, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള, പ്രവാചക വൃത്താന്തം തെളിയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനും ഇസ്ലാമിന്റെ ആഗോള വിജയത്തിനുമുള്ളത്. ആ സംവിധാനം അഹമ്മദിയ ജമാഅത്ത് മുഖേന സ്ഥാപിച്ചു കഴിഞ്ഞു. ഹസരത്ത് മിർസാ ഗുലാം അഹ്മദ് അലൈഹി ഇസ്ലാം 195 രാജ്യങ്ങളിൽ 20 കോടിയോളം അനുഭാവികളും അംഗങ്ങളും അടങ്ങുന്ന ഒരു വലിയ വൃന്ദം ഈ വിശ്വാസത്തെ പരിത്യജിച്ച് ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇമാമിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു മുസ്ലിങ്ങൾ കക്ഷി പ്രതികക്ഷികളായി ഭിന്നിച്ചു നിൽക്കുമ്പോൾ ഈ 20 കോടിയോളം വരുന്ന ആളുകളും അനുഭാവികളും അംഗങ്ങളും ഒരു ഇമാമിന്റെ കീഴിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 195 രാജ്യങ്ങളിൽ എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സഹായം ഇതിന്റെ കൂടെയുണ്ടെന്നും അള്ളാഹു അയച്ച ആളാണെന്നുള്ള ഒരു തെളിവ്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ ഈ കാര്യത്തെക്കുറിച്ച് അവധാനപൂർവ്വം ചിന്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഈ വിശ്വാസം വിശുദ്ധ ഖുർആനിലെയും തിരുഹദീസുകളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളും ഏത് വിധത്തിലുള്ള
പിന്നെ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും അഹമ്മദിയ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തീർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിന് അഹമ്മദിയ ജമാഅത്ത് ഉള്ള സ്ഥലങ്ങളിലോ അതിൻ്റെ അഡ്രസ്സുകളിലോ അല്ല ഞങ്ങളുടെ CD-കളിൽ കാണുന്ന അഡ്രസ്സുകളിലോ ഫോൺ നമ്പറുകളിലോ മറ്റ് ബന്ധങ്ങളിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ ആ വിശ്വാസത്തെ പരിശോധിച്ചാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.